ഭരണാധികാരികൾ, നേതാക്കളെല്ലാം ആ കാലഘട്ടത്തിൽ അക്രമികളായിരിക്കും. അവർ ആ കാലത്തിന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അത്യാഗ്രഹികളായിരിക്കും. സ്ഥാനമാനങ്ങളും പണവും വലിച്ചു കൂട്ടണം, അതായിരിക്കും പണ്ഡിതന്മാരുടെ ലക്ഷ്യം. ആരാധന ചെയ്യുന്ന നാടന്മാർ ജനങ്ങളെ കാണിക്കൽ ലക്ഷ്യമായവരായിരിക്കും. നാടന്മാർ നല്ലോണം ഇബാദത്ത് ചെയ്യും, പക്ഷെ എല്ലാവരും പറയും അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ഭരണാധികാരികളെ നന്നാക്കുന്ന പണി നിങ്ങൾ എടുക്കണ്ട, ഭരണാധികാരികളിൽ നിങ്ങൾ ജോലിയാകേണ്ട. നിങ്ങൾ എന്നിലേക്ക് തൗബ ചെയ്താൽ മതിയാവും. ഇതിറക്കാത്ത, ഈ സന്ദേശം ഇറക്കാത്ത ഒരു വേദഗ്രന്ഥം ഉണ്ടായിട്ടില്ല. ഏത് കാലത്തും മനുഷ്യർക്ക് ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എന്നുണ്ട് ഭരണാധികാരി. മനുഷ്യൻ ഒരു സൊസൈറ്റിയായി രൂപപ്പെടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പാണ്. അന്ന് മുതൽ ഭരണാധികാരികളുണ്ട്. എന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭരണാധികാരികളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ UDF വോട്ട് ചെയ്തോളി, അത് ഞാൻ ചെയ്യും. ഇയാൾ കൂറുമാറി ഇയാൾ മറ്റാന്ന് വിചാരിക്കണ്ട. ഞാൻ മുസ്ലിം ലീഗുകാരൻ തന്നെയാണ്, ഞാൻ UDF തന്നെയാണ്. പക്ഷെ പറഞ്ഞു തരണ്ടേ, പറഞ്ഞു തരും. അത് നിർബന്ധമാണ്. അല്ലാതെ മൂളുന്ന പണി എനിക്കില്ല. ഞാൻ പാർട്ടി മാറിയൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ ലീഗും സമസ്തയൊക്കെ തന്നെയാണ്. പക്ഷെ മൂളുന്ന പണി ഞാൻ എന്നോ നിർത്തി. ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം. അതിനാണ് ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. നിങ്ങൾ ഭരണാധികാരികളുടെ കാരണത്തിൽ ജോലിയാകണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ എയർപോർട്ട് അറ്റാക്ക് ചെയ്യല്ല നിങ്ങൾക്ക് വേണ്ട. തുബുയിലയ്യ എന്നിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ ഭരണാധികാരികളെ ഞാൻ നിങ്ങൾക്ക് അത്തുഫ് ചെയ്യുന്നവരാക്കി തരാം. മാർദ്ദവം ചെയ്യുക, മിനുസം ചെയ്യുക. നമ്മളെ ഭരണാധികാരി തന്നെയാണോ ഇത് നമുക്ക് തോന്നിപ്പോവും. ആ രൂപത്തിൽ ഞാൻ ആക്കിത്തരാം. നിങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേന് SI എണീറ്റ് നിന്നാണ് സെലൂട്ട് അടിച്ച് നിങ്ങൾക്ക് കസേര ഇട്ടുന്ന കോലത്തിൽ ഇട്ടുതരാം. അവരെ ഭാഷ മുഴുവനും ഞാൻ മാറ്റിത്തരാം. ആരുടെ? മനസ്സിലായില്ല? പോലീസുകാർക്കൊരു ഭാഷ ഉണ്ടല്ലോ. പോലീസിന്റെ വലിയ എന്താ പറയാ കമ്മീഷണറായി ഒരച്ഛൻ്റെ മകൻ. അപ്പോ വീട്ടിന്റെ പടിക്കൽ വരെ കാറിൽ വന്നിട്ട് തൊപ്പിയിട്ടിട്ട് പിന്നെ തൊപ്പി അയച്ചിട്ട് ഫലിതാണ്. തൊപ്പി അയച്ച് ഇങ്ങനെ തൊക്കിൽ വെച്ചിട്ടാണ് ഉമ്മറത്തേക്ക് കയറി വരിക. അപ്പൊ എന്നും പറയാം, അച്ഛൻ പറയും മോനെ ആ ഫുൾ സ്യൂട്ടിൽ ആ പോലീസ് ഡ്രസ്സിൽ കാണാം, അച്ഛന് വലിയ പൂരിയാണ്, അത് വേണ്ട ചോറ് എല്ലാ ദിവസവും ഫലിത. അങ്ങനെ അച്ഛൻ നിർബന്ധിച്ച് മോനെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഫുൾ സൂട്ട് ആ പോലീസിന്റെ ആ ഡ്രസ്സിൽ കാണാൻ അച്ഛൻ വലിയ കൊടിയാണ്, ഒന്ന് അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ അച്ഛന്റെ നിർബന്ധ പ്രകാരം മറച്ച് ഈ ഈ തൊപ്പി വെച്ച് വന്ന മകൻ അച്ഛന്റെ മുന്നിൽ ആ കസേരന്റെ മുന്നിൽ നിന്നിട്ട് തൊപ്പി തലേക്ക് വെക്കണോട് കൂടെ നായിന്റെ മോനെ രണ്ടട് കൊടുത്ത അച്ഛന്. പിന്നെ തൊപ്പി എടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞേ അച്ഛോ ഞങ്ങൾക്ക് ഇത് തലയിൽ വെച്ചാൽ ഇത് പറയല്ലാതെ നിർവാഹമില്ല, ഇതൊരു ഫലിതാണ്, ഞാൻ കേസെടുക്കണ്ട, ഒരു ഫലിതാണ് എന്ന് പറഞ്ഞതുപോലെ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ഇതിന്റെ കാര്യം. നമ്മളെല്ലാരും ചിന്തിക്കണം. ഇവിടെ എന്ത് വാത്തിപ്പുമാലയും നമ്മളിങ്ങനെ ആലോചിച്ചു തന്നെയാണോ ഈ ഭരണാധികാരി? മനസ്സിലായോ? ഈ ഭരണാധികാരി ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാർദ്ദവം ചെയ്യും, അതുഫ് ചെയ്യും, വലിയ അതുഫായിരിക്കും അവര് നിങ്ങളെ മേൽ. ഞാൻ അങ്ങനെ ആക്കും, പക്ഷെ അവർ നിങ്ങൾ പൊതുബോധം നിലനിർത്തണം, പൊതുനന്മയും. അതാണ് എന്നിലേക്കുള്ള തൗബ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. കമാ അൻതും തകൂനൂന യുവല്ല അലൈക്കും. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ പറയുന്നത് നോക്കൂ. മഅനാഹു, ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലാഹു ഖയ്യൂം അല്ല എന്നല്ല, ഭരണാധികാരി ഖയ്യൂമാണ് എന്നും അല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഇൻ കുൻതും മിൻ അഹ്ലി ത്വാഅ
യുവല്ലി അലൈക്കും അഹ്ലർ റഹ്മ. കയ്യുമാണല്ലോ നിങ്ങളെ മേൽ നല്ല ഭരണാധികാരിയാക്കാനും ആർക്കേ കഴിയൂ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ പോയി കുത്തും. അതേതാണ്? അത് പൂർണ്ണചന്ദ്രനെ കണ്ട നായ പൂർണ്ണചന്ദ്രനെ പുഴക്കരയിൽ നടന്നു പോയപ്പോ നായ വെള്ളത്തിൽ കണ്ടു. അപ്പം അത് കിട്ടാൻ വേണ്ടി അതെന്തോ ഒരു അപ്പാന്ന് വിചാരിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടി നായ എന്ത് ചെയ്തു? വെള്ളം കുടിച്ച്, വെള്ളം പിന്നെയും കുടിച്ച്. നായന്റെ പയറ് പൊട്ടാനായാലും അമ്പിളിമാനെ കിട്ടൂല. ഇതന്നെയാണ് നമ്മളെ വോട്ട്. പുറത്തു പറയണ്ട. നമ്മൾ ഭരണാധികാരി നന്നാകാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ കുത്തിയിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ തൊട തുടച്ചിട്ടുണ്ട്. എന്നാലും ബാക്കി ഞങ്ങൾ നെൽപൂർക്കാർക്ക് ഇക്കൊല്ലം ഒന്നും കൂടി കുത്താനുള്ള ഭാഗ്യം പഠിച്ചോൻ തന്ന് ഞങ്ങൾ കുത്തി. അപ്പൊ അതിന് അടയാളം പോയില്ല. നീ അടയാളം പോയപ്പോഴത്തേക്ക് അടുത്ത കുത്തല് വരും. എന്തിനാണ് കുത്തല്? നാട് നന്നാൻ വേണ്ടി. നാട് നന്നാവൂല, ഭരണാധികാരി നന്നാവൂല. അത് നമുക്ക് പേച്ചതാണ്. അത് കുത്തൽ എന്തിനാണ്? കുത്തലല്ലോ ഒരു സമാധാനം കിട്ടാന്, അല്ല നാട് നന്നാകാനല്ല. ഓട്ടോറിക്ഷ കയറി എന്റെ പെണ്ണുങ്ങൾ മെല്ലെ എന്നോട് ചോദിക്കും, ആർക്കാ കുത്തണ്? എനിക്ക് ഇഷ്ടമല്ലേ കുത്തും. ഞാനും എനിക്ക് ഇഷ്ടമല്ലേ കുത്തും. കാരണം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. 30 കൊല്ലം വോട്ടിന് വരെ വന്നിട്ടില്ല എന്നറിയും. എനിക്കപ്പ ഏത് ചിഹ്നത്തിലാണോ സന്തോഷം തോന്നിയത് അതിലോട് കുത്തും. ഞാൻ ചൊറുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ അടയാളങ്ങൾ കാണുന്ന ഒരു ചൊറുക്ക് ഉണ്ടാവും. അപ്പൊ ചൊറുക്ക് കണ്ടാണ് നമ്മളോട് കുത്തിപ്പോവും. ചിലപ്പോ 1-2 സാധനത്തിന് ചൊറുക്കൊന്നും, അപ്പൊ അതിനൊക്കെ കുത്തും. അത്രേ ഉള്ളൂ. നാട് എന്നാൻ പോണില്ല. നാട് എന്നാകണം ഇജി എന്നാണം. ഇജി എന്നായ പടച്ചോണിലേക്ക് തോപ ചെയ്തു. അപ്പൊ ഇവരൊക്കെ എന്നാവും. പ്രളയന്നെ മരിക്കോളം മുഖ്യമന്ത്രി ആയാലും ഈ നാട്ടിൽ നന്മ ഉണ്ടാവുള്ളൂ ഇജി നല്ലോനായാലും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വോട്ടിങ് ഏതുപോലെയാണ്? അമ്പിളിമാമനെ പറ വെള്ളത്തിൽ കണ്ടപ്പോ നായ പുഴയിൽ വെള്ളം കുടിച്ചത് പോലെയാണ്. വെള്ളം പൊട്ടിയാലും അമ്പിളിമാമനെ കിട്ടൂല. വെള്ളം പറ്റും പോയിട്ട് എന്നാലും അമ്പിളിമാമനെ കിട്ടൂല. പുറത്തു പറയണ്ട. ഇതെവിടെ നടക്കുള്ളൂ. ഇവിടെ നടത്തി തരേണ്ടത് ആരാണ്? കയ്യൂമാണ്. അവനാണ് നടത്തി തരേണ്ടത്. കയ്യൂം അവനാണ് നടത്തി തരേണ്ടത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇമാം ഫിർദൗസി തന്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈലമി തന്റെ മുസ്നദ് ഫിർദൗസിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്കൊരു പൊതു നന്മ നിങ്ങൾ നിലനിർത്തിയാൽ യുവല്യ അലൈക്കും അഹ്ലർ റഹ്മ, നിങ്ങളെ മേൽ അഹ്ലർ റഹ്മ റഹ്മത്തിന്റെ അയൽക്കാരൻ ഞാൻ ഭരണാധികാരിയാക്കും. വൈകുന്നുമിൻ അഹ്ലൽ മഅസിയ, ആ പൊതുപോലെ നിങ്ങൾക്കില്ല. വർഗീയത വളരുക, എല്ലാവർക്കും വിഷമമല്ല. ഒരു പാവപ്പെട്ട പെണ്ണ് തെറ്റ് ചെയ്താലോ? തെറ്റ് ചെയ്തു. മനുഷ്യൻ ഒരു ഊക്കിന് തെറ്റ് ചെയ്തു. പിന്നെ നരകിച്ച് അവിടെ ജയിലിൽ കടന്നു, യമനിൽ. പിന്നെ ആ പെണ്ണെ അപേക്ഷിച്ചു. അപ്പൊ ഇതറിയുന്ന ആ പെണ്ണ് തെറ്റിയതാൽ ശിക്ഷിക്കേണ്ട ആൾ ഇല്ലല്ലോ, ഭരണാധികാരിയല്ലേ, അവർ ശിക്ഷിക്കുന്നുണ്ട്. പിന്നെ ആ പെണ്ണിന്റെ തീരുമാനം എടുക്കേണ്ട റബ്ബ് ഇല്ലല്ലോ. നിനക്ക് എന്തായാലും ചെയ്യാനുള്ളത്? നിനക്ക് എന്താ ചെയ്യാനുള്ളത്? ഒരു സംഘം ആളുകളെ മുഅ്മിനീങ്ങൾ നരകത്തിൽ കാണുമ്പോൾ അവർക്ക് എന്താ ചെയ്യാനുള്ളത്? അവർക്ക് എന്താ ചെയ്യുള്ളത്? റബ്ബേ അഖ്രിജുഹും, അവരെ പുറത്താക്ക്. അത് അവരെ ഉത്തരവാദിത്തമാണ്. ആരുടെ? ആരുടെ? മുഅ്മിനിന്റെ ഉത്തരവാദിത്തമാണത്. മുഅ്മിന്റെ ഖൽബ് നിറയെ എന്താണ്? റഹ്മത്തല്ലേ? പൊഴിഞ്ഞ തേയിലിങ്ങനെ ഒരു സംഘം ആളുകളെ കണ്ടാൽ അറിയില്ല അതിനെ പറ്റുന്നു. അല്ലാഹു അഅലം. കണ്ടാൽ നിന്റെ ഭാഗം എന്താ പറയാനുള്ളത്? ഉദരവിട്ട് നടിച്ചില്ല. അന്ന് തന്നെ ആ കള്ള് ഷാപ്പ് പോയപ്പോ ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞ തീ കിടന്നുകൂടെന്ന് പറയലല്ല, പഠിച്ചോനെ ദോഷിയാണെന്ന് ശരി തന്നെ, പക്ഷെ രക്ഷപ്പെടുത്തി റബ്ബേന്ന് പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? അതല്ലടാ സയ്യിദു ഷാഫിഈനായ മുഹമ്മദ് മുസ്തഫ കിടന്നോട്ടെ എന്ന് പറയാണോ നബി ചെയ്യാ? പഠിച്ചോനെ നീ അവരെ രക്ഷപ്പെടുത്ത്. ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകലിന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ? രക്ഷപ്പെടുത്താൻ പറയാ. അപ്പോഴും വർഗീയവാദം, അവിടെയും വർഗീയവാദം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? അതിലെന്ത് ജാതി, അതിലെന്ത് മതം? ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് മുഗല്ലവായ നെജസ് നായ ഈ ഒന്നിടത്ത് ജുമയാക്കുക. ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്ന് പെടയാണെങ്കിൽ ഇജിപ്പ ജുമയക്കോ ആണല്ലോ, ഒന്നിടത്തിക്കണല്ലോ, ഞാൻ ജുമാന്റെ വസ്ത്രം ധരിച്ചല്ലേന്നാണോ ചിന്തിക്കണ്ട്? അതാണോ ചിന്തിക്കണ്ട്? ജെന്തയുണ്ട് ആ നായ രക്ഷപ്പെടുത്തിയ ജുമായ പോയിക്കോട്ടെ. ഇത് അള്ളാന്റെ സിറ്റിയാണ്. മുഗല്ലവായ നെജസ് നോക്കാൻ പാടുണ്ടോ?
പറയണ ചങ്ങായി ഉണ്ടോ? നിന്റെ ജുമയെ നഷ്ടപ്പെട്ടോട്ടടാ. ഇക്കാലം വരെ ചെയ്ത ജുമയെ അള്ളാഹ് സ്വീകരിച്ചു എന്തുറപ്പാണ്? ഈ പണി കൊണ്ട് കഴിഞ്ഞ ജുമയെ മുഴുവൻ സ്വീകരിക്കും. കാരണം ഇത് നിന്റെ കൽബിലുണ്ടായ റഹ്മത്താണ്. നിന്റെ പെണ്ണുങ്ങൾ അലക്കി തേച്ചെന്ന വസ്ത്രം നാശാക്കി തിരിച്ചെന്നപ്പോ പള്ളർഷം അവൾ ചീത്തറു. അവ കേട്ടു. എന്തിന് പറ? ഒരു സാധുവായ ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ നിന്റെ മേൽ കരുണ ചൊരിയും ആര്? അല്ലാഹ്. അവനാണ് അല്ലാഹ്. അവിടെയും പ്രശ്നം എന്താണ് ഈ മനുഷ്യന്മാർക്ക്? ഞാൻ നിമിഷപ്രിയയുടെ കൂടെയല്ല അവളെ കൊന്നോട്ടെ. അയ്യയ്യേ, നിങ്ങളൊക്കെ ജീവിക്കണം, ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ. അയ്യയ്യേ, എന്താ ഈ മനുഷ്യന്മാർക്ക്? അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു വെക്കുക. എന്നിട്ട് നമ്മോട് അപേക്ഷിച്ചാൽ എന്താ? ഭരണാധികാരി ശിക്ഷ നടപ്പിലായിക്കോട്ടെ, പൊതുജനത്തിന്റെ ബാധ്യത എന്താ? വിട്ടുകൊടുക്കുന്ന അറിയാലല്ലേ? ആണോ അല്ലേ? അത്ര എന്തെങ്കിലും വിചാരിച്ച് ഇപ്പൊ മനുഷ്യന്റെ കൽബിൽ എന്തില്ല? റഹ്മത്ത് എന്ന സാധനം ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഭരണാധികാരി ഉണ്ടാവുള്ളൂ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇല്ല ഇല്ല ഇല്ല. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് ചോദിക്കാം. ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. സയഅതി സമാനുൻ ലിഉമ്മതി. എന്റെ സമുദായത്തിന് ഒരു കാലം വരും. ഹബീബായ നബി പറയാ, ഹസ്ബി റബ്ബി. ഇത് ചൊൽ മക്കളെ. യഅതി സമാനുൻ ലിഉമ്മതി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ സയഅതി സമാനുൻ അലാ ഉമ്മതി ലിഉമ്മതി. ലാമാണ് അലയല്ല. സയഅതി സമാനുൻ ലിഉമ്മതി. എന്റെ സമുദായത്തിനൊരു കാലം വന്നു ചേരും. യകൂനു ഉമറാഉഹും അലൽ ജൗരി. അവരുടെ ഭരണാധികാരികൾ അക്രമത്തിന്റെ മേൽ മാത്രമായിരിക്കും. നേതാക്കൾ, ഭരണാധികാരികൾ ഒക്കെ അക്രമികളായിരിക്കും. ആര് മേലെ മുന്നിലെ കസേര ഇരിക്കണ്ടോ അക്രമിയായിരിക്കും. ഭരണാധികാരികൾ, നേതാക്കളെല്ലാം ആ കാലഘട്ടത്തിൽ അക്രമികളായിരിക്കും. അവർ ആ കാലത്തിന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അത്യാഗ്രഹികളായിരിക്കും. സ്ഥാനമാനങ്ങളും പണവും വലിച്ചു കൂട്ടണം, അതായിരിക്കും പണ്ഡിതന്മാരുടെ ലക്ഷ്യം. ആരാധന ചെയ്യുന്ന നാടന്മാർ ജനങ്ങളെ കാണിക്കൽ ലക്ഷ്യമായവരായിരിക്കും. നടന്മാർ നല്ലോണം ഇബാദത്ത് ചെയ്യും. പക്ഷെ എല്ലാവരും പറയും ഇന്നലാണ് 10,000 തേഞ്ഞില്ല സ്വലാത്ത്. ഞാൻ പെണ്ണുങ്ങൾ പറഞ്ഞ് നിങ്ങൾ ലേശം നേരം കടന്നോളി മനുഷ്യൻ. പിന്നെ ഞാനങ്ങോട്ട് ഇരുന്നിട്ട് ചെല്ലി ഓളിൻ്റെ കൈ പിടിച്ച് പുതപ്പിനുള്ളിൽ കിടാൻ നോക്കായല്ല. പക്ഷെ അവിടെ എത്തിയില്ല. 9,925 അല്ലേ ഓർമ്മ ഉണ്ട്. പിന്നെ സുബൈക്ക് ബാങ്ക് കൊടുത്ത് കേട്ട് ഓ വല്ലാത്ത ഇവിടുന്ന് വടകര എത്തിയപ്പോഴത്തേന് 10,000 സ്വലാത്ത് പൂർത്തിയായി. അവിടെ എത്തിയിട്ട് എനിക്ക് വിളിച്ചു പറയുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. പുറത്തു പറയണ്ട. ഞാൻ പിന്നെ ഈ പോന്തായിക്ക് മൂളല്ലാതെ നിർവാഹമില്ലല്ലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അറിയാം. പിന്നെ പഞ്ചായത്തിൽ ലഭ്യ അടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പറയുന്നു. നേരത്തെ ഞാൻ എണീക്കും 3 മണിക്ക്. ഇത് തഹജ്ജുദ് നിസ്കരിക്കൽ. തഹജ്ജുദ് ആദ്യത്തെ റക്അത്തിൽ ഞാൻ യാസീൻ ഓതും, രണ്ടാമത്തേന് ഞാൻ അൽവാക്യ ഓതും, പിന്നെ അങ്ങോട്ട് ഓതും. പിന്നെ 3 മണിക്കൂറാണ് അതുകൊണ്ട് ഓതിയാണ് നിസ്കരിക്കും. അൽഹംദുലില്ലാഹ്. അവനോട് പറഞ്ഞിട്ട് കാര്യമല്ല. പുറത്തു വരേണ്ട പറഞ്ഞാൽ നമ്മളോട് അറിയില്ല, നാളെ വേറെ ആളോട് പറയും. മുമ്പാടും തന്നെ ഇത് സർവ്വസാധാരണയാണ്. സത്യമാണ് ഈ പറയുന്നത്. ഇത് ഞാൻ അതിൻ്റെ അളവ് നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും എന്നോട് വിളിച്ച് പറയും. ഇവിടുന്ന് മലപ്പുറത്തെത്തിയപ്പോഴത്തേന് ഞാൻ 10,500 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് റെക്കോർഡ് കയറിയിട്ടുണ്ടാവില്ല. ഇത് എത്ര ബൽപ്പുണ്ടല്ലോ പോന്തായി. ഇത് മിണ്ടാതെ കാറ് കടന്നുറങ്ങിക്കണമെങ്കിൽ അതായി നന്നായി. പറഞ്ഞിട്ട് കാര്യമല്ല.
ഭരണാധികാരികൾക്ക് ഒരക്രമിയായിരിക്കും. ഒരുത്തൻ്റെ വണ്ടി പിടിച്ചപ്പോൾ MLA അടുത്ത് പറഞ്ഞു, ഒന്ന് നിങ്ങൾ MLA സാർ നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാൽ. അപ്പം MLA പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറയലില്ല, വിളിക്കലില്ല, പിന്നെ ചെന്തിന് MLA. എനക്കറിയില്ലേ മണൽ കയറ്റാൻ വണ്ടി കയറ്റാൻ പാടില്ല, അതറിയാലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ MLA അത്? ഇവിടെ 10-15-20 കൊല്ലം മുമ്പ് ഒരു സീതിയാജി എന്ന MLA ഉണ്ടായി. അയാളോട് ഒരാൾ എന്തെന്നാലും അയാൾ ചെയ്തു തീർക്കും. ഒരിക്കൽ അയാൾ കുഴങ്ങിയിട്ട് നട്ടപ്പാതിരെ വീട്ടിൽ വരുമ്പോൾ 2 ആൾ ഇത്തിരിക്കുന്നുണ്ട്. എന്ത് ചോദിച്ചു? ഞങ്ങൾ അനുജനെ പോലീസ് വിളിച്ച് പറഞ്ഞു. അപ്പം നിലമ്പൂർക്ക് അപ്പോൾ ഡ്യൂട്ടിയുള്ള പോലീസുകാരനെ വിളിച്ചു. അപ്പം സീതിയാജിനെ പറ്റിയുള്ള ഒരു പൊതു ഫലിത ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്. വിളിച്ച് പറഞ്ഞേ, എനിക്ക് ഇന്ന് ലോക്കപ്പിൽ ഒരാൾ കൊതുക് കടിയും കൊണ്ട് കിടക്കണമെന്ന് പൂതിയുണ്ടോ? ഞാൻ കുപ്പായം മാറ്റിയിട്ടില്ല, ഞാനാണ് വരാം. ഓൻ എൻ്റെ ആളാണ്, ഓനെ വിട്ടളാം, ബാക്കി ഇജ്ജ് തീരുമാനിക്കണ്ട, ഞാൻ കോടതി പറഞ്ഞോളാം. ഞാൻ ആൺകുട്ടീന്ന് പറയും. അതാണ് MLA ഉത്തരവാദിത്വം. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തോരെ ശരിയാക്കലല്ലേ. കലക്ടർക്ക് വിളിച്ച് സീതിയാജി ഒരു കാര്യം, മുമ്പൊരിക്കൽ കണ്ടമുണ്ടം ഇംഗ്ലീഷേ അറിയുള്ളൂ. ഐ വാണ്ട് യുവർ റിപ്ലൈ യെസ് ഓർ നോ എന്നാണ്. അതേ അറിയുള്ളൂ. മൂപ്പരുടെ തന്നെ ഒരു ഫലിതണ്ട്. ഞാൻ അല്പം ഇംഗ്ലീഷ് പഠിച്ചത് കേട്ടിട്ടാണ് ഇംഗ്ലീഷുകാർ ഹിന്ദി വിട്ടുപോയത്. അപ്പൊ കലക്ടർ പറഞ്ഞു, സർ അത് പറയാൻ പറ്റൂല, അത് നിയമത്തിനെതിരാണ്. അപ്പൊ അടുത്ത മറുപടി സീതിയാജി, നിയമം മാത്രം നടപ്പിലാക്കാനാണെങ്കിൽ നിങ്ങളെപ്പോഴത്തോലും മതി, ഞങ്ങൾ വേണ്ട. നിയമം അല്ലാത്ത നടപ്പിലാക്കാനാണ് ഞങ്ങൾ. അപ്പാരും ചെയ്തു കൊടുക്ക്, ബാക്കി ഞാൻ നോക്കും. MLA പറഞ്ഞ നടന്നാണ്. എങ്ങനെയുണ്ട്? ഞാൻ ആൺകുട്ടീന്ന് അറിയും, തന്തി നിറപാട് വേണം ആദ്യം. ഇന്ന് നിങ്ങളൊരു കാര്യം പോയി സാധിപ്പിക്കും. ഓരോർക്ക് വലിച്ചുകൂട്ടാൻ നോക്കുന്ന ഒന്നും ഒരാൾ കുറ്റം പറയല്ല, കുറ്റം പറയാതിരിക്കുമല്ല. നാട്ടുകാർ മണൽ വണ്ടി കയറ്റും, മണൽ കയറ്റാൻ സർക്കാരിനെതിരായിരിക്കും, കയറ്റിപ്പോവും, പുഴയിൽ പട്ടികൾക്ക് ഉണ്ടാവും. തെറ്റല്ലേ? 100% തെറ്റാണ്. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഒരു വ്യക്തി മറന്നു, പോലീസ് പിടിക്കും, പോലീസ് അത് ചെയ്യണം, ഇല്ലെങ്കിലോ അവരുടെ ഡ്യൂട്ടിക്ക് തെറ്റാണ്. ഇനി അത് പരിഹരിക്കേണ്ട ഭരണാധികാരിയാണ്. ഭരണാധികാരി പോലീസ് സ്റ്റേഷനിൽ വിളിക്കൂല. എന്തേ? മൂപ്പർക്ക് ആ പരിപാടി, പിന്നെ എനിക്കെന്താ പരിപാടി? മനസ്സിലായില്ല? കാലൊക്കെ കഴിഞ്ഞോയി. വണ്ടിയന്മാർക്ക് വലിച്ചുവിടാൻ നടക്കാം. നിങ്ങൾ MLA എന്ന് പറഞ്ഞാൽ പറയില്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് കിട്ടണ പറയും. തൊമ്മാണ് മൂല്യന്മാരൊക്കെ. എന്റെ മേൽ അല്ല ഷറഫി വൽമാൽ, സ്ഥാനമാനം പൈസയും കിട്ടണം. അതാണ് ആലിമ്യങ്ങൾക്ക് കൊണ്ട്. ഞാൻ പറയല്ല ഇത് ആഖിർ സമാനാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇത് അവ്വൽ സമാനാണ് വിധി കളി. മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കൊറ്റ ഭരണാധികാരികൾ നേതാക്കന്മാരൊക്കെ അക്രമികളായിരിക്കും. പണ്ഡിതന്മാർക്ക് അത്യാഗ്രഹായിരിക്കും. സ്ഥാനമാനവും പണം കിട്ടണം. പണിയെടുത്ത് ഇബാദത്ത് ചെയ്യും നാടന്മാര്, പക്ഷെ ലോകമാന്യല്ലാതെ ഒന്നും ഉണ്ടാവില്ല. കച്ചവടക്കാര് അഖിൽ റിബ, പലിശ നല്ലോണിയിരിക്കും. അവർ ഏർപ്പാടൊക്കെ പലിശ. മര്യാദക്കൽ ചെറിയ കച്ചവടം ഉണ്ടായിരുന്നതാണ്. ആ കച്ചവടം വലുതാകാൻ വേണ്ടി ബാങ്കിന് പലിശ എടുത്തു. ഇതിന്റെ ആവശ്യമില്ല. പിന്നെന്തേ? ഒരു വളരണം. എത്ര കച്ചവടം ഉണ്ടോ അത്രയും ഓനെ എവിടെ എടുക്കും? ബാങ്കിന്. കച്ചവടക്കാരെല്ലാം പലിശ തിന്നുന്നവരായിരിക്കും. പെണ്ണുങ്ങൾ ദുനിയാവിന്റെ അലങ്കാരത്തിന്റെ പിന്നാലെ ഓടും. അങ്ങനുണ്ട്. ഹജ്ജിന് പോയി വന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു, പെണ്ണുങ്ങളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക് കണ്ടിട്ട് ഞാൻ ബേജാറായി പോയാണ്. എവിടെ നിയന്ത്രിക്കണ? റോളയുടെ പരിസരത്ത്. റോളയിലേക്ക് ആളുകൾ നിയന്ത്രിക്കുക ലിപ്സ്റ്റിക്കാ. അതിട്ട ഒന്നും സഹിയാവൂല. എന്നാ പിന്നെ ഓക്ക് ഉദുവിന്റെ നേരാവൂല. അപ്പോൾ പള്ളി കയറാൻ പറ്റൂല. ഇത് പോയാ അത് പോവും, അത് പോയാ അത് പോവും. മനസ്സിലായില്ല? അള്ളാഹ് ഹറാമാക്കിയ സാധനമാണത്. മനസ്സിലായി? എവിടെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിൽക്കണത്? അർമീനോ അല്ല ആചാര്യ, റൗളത്തു ഷരീഫയിൽ മുത്തനബിന് മുന്നിൽ.
പെണ്ണുങ്ങൾക്ക് ദുനിയാവിന്റെ സീനത്തിന്റെ പിന്നാലെ അക്കാലത്ത് ഭരണാധികാരി രക്ഷിക്കും. നിങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത്? ഇജ്ജ് നന്നായോ? ഇജ്ജ് നന്നായോ ഓനെ അള്ളാഹ് നന്നാക്കി തരുമല്ലോ, അയാൾക്ക് നന്നാകാലോ. മനസ്സിലായില്ലേ? എന്തിനാണ് പിണറായി വിജയനെ കുറ്റം പറയുന്നത്? ഈ പിണറായി വിജയൻ പോയിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായ എവിടെ വന്നു? അയ്യേ എന്റെ പൊട്ടാടിയെ ചിത്ര വലിപ്പുണ്ടല്ലോ, അനക്കെ MLA കോട്ടേഴ്സ് പോയി കടന്നുറങ്ങാം. മന്ത്രി എന്റെ മൂത്താപ്പാന്റെ അമ്മായിന്റെ മകളെ കിട്ടിയവന്റെ മൂത്തമ്മാന്റെ മകനാണെന്ന് അറിയാം. അങ്ങനെയൊക്കെ പറയാം. നമ്മളെ മന്ത്രി ഉണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി, എന്റെ മൂത്താപ്പാന്റെ മകളെ കിട്ടിയവന്റെ അമ്മായിമാന്റെ മൂത്താപ്പാന്റെ മകന്റെ കുട്ടിയാണ് എന്ന് പറയും. ഞാനും അങ്ങനെയൊക്കെ പറയാം. അല്ല, അതൊരു എളുപ്പത്തിലാണോ? എന്നാൽ എനിക്ക് ഇവിടുന്ന് വണ്ടി കയറാം. സ്ഥിരമായി വണ്ടി കയറുന്ന പോലെ ആളുകൾ അപ്പം കാണാറില്ല. ഇനി ഒരു ഭരണം മാറിയാൽ വണ്ടി കയറും. ഇടയ്ക്കിടയ്ക്ക് രാത്രി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകാൻ തിരുവനന്തപുരത്ത് പോകാൻ അറിയും. ഇപ്പം എന്തൊരു പോകാത്ത ഇവിടുന്ന് അല്ലാതൊന്നും കിട്ടില്ല. ഇപ്പൊ വേറൊരു കൂട്ടരെ പോണത്. ഇനി പെരുമാറും. ഈ മാറ്റല്ലാതെ പെട്രോളിന് പിന്നെയും പൈസ കൂട്ടി കൊടുക്കേണ്ടി വരും. അരിക്ക് വില കുറയില്ല. ഒന്നും കുറയില്ല. പ്രിട്ടോറിയ ഭരണകൂടം തകർക്കപ്പെട്ടു 1990. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ പ്രിട്ടോറിയ വെള്ളപ്പട്ടാളത്തിന്റെ തകർച്ച വന്നു. പിന്നെ തദ്ദേശീയർ അധികാരത്തിൽ കയറിയ ആ ആഴ്ച ആഫ്രിക്കക്കാര് വണ്ടി കയറി ബസ് കയറി പൈസ കൊടുക്കൂല. അപ്പോ പൈസ കൊടുക്കാത്ത എന്താന്ന് കണ്ടെത്തുന്ന മതി വെച്ചാൽ പറയും, നമ്മൾ വെള്ളക്കാരുടെ കാലത്തല്ലേ പൈസ. ഇപ്പൊ നമ്മൾ നാടൻ. മനസ്സിലായില്ല? വെള്ളക്കാരി പോയല്ലോ, ഇനി നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളാണല്ലോ, നമ്മൾ വണ്ടിയല്ലേ. എങ്ങനെയുണ്ട്? വിചാരിച്ചോ നമ്മളെ വണ്ടി തന്നെ വണ്ടി കയറിക്ക? അത് UDF വലിച്ചാലും LDF വലിച്ചാലും BJP വലിച്ചാലും വണ്ടിക്ക് ടിക്കറ്റ് കൃത്യമായിരിക്കും, വെള്ളക്കരം കൃത്യമായിരിക്കും, എല്ലാം കൃത്യമായിരിക്കും. അതേ സമയത്ത് നീ കയ്യുമായവനെ പ്രത്യേകമായി പരിഗണിച്ച് തൗബ ചെയ്താൽ ഇവരൊക്കെ ഇവരായിക്കൊണ്ട് തന്നെ നിന്റെ മേൽ അത്ഫ് ചെയ്യാനുള്ള സംവിധാനം അല്ലാഹു തആല ഒരുക്കി തരും. ഇവരെല്ലാം നിന്റെ യജമാനൻ ആരാണ്? അല്ലാഹ്. നിന്റെ യജമാനൻ അല്ലാഹ്. ഹദീസൊന്നും കൂടി പറയാം, ചൊല്ലി അവസാനിപ്പിക്കാണ്. സയഅതി സമാനുൽ ലിഉമ്മത്തി, എന്റെ സമുദായത്തിന് ഒരു കാലം വരും. അവരുടെ ഭരണാധികാരികൾ ആയിരിക്കും അലൽ ജൗരി, അക്രമത്തിന് മേലായിരിക്കും. പണ്ഡിതന്മാർ അത്യാഗ്രഹമുള്ളവരായിരിക്കും, സ്ഥാനമാനവും പണവും. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന നാടന്മാർക്ക് റിയാ മാത്രമായിരിക്കും. കച്ചവടക്കാർക്ക് പലിശ തിന്നൽ മാത്രമായിരിക്കും. പെണ്ണുങ്ങൾക്ക് ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമായിരിക്കും. ഇതന്നെ തന്നെ ഇനി വർത്താനം പറയണ്ട. ആഖിർ അങ്ങനെയാണ്. കാരണം ജനങ്ങളൊക്കെ ഇവിടെ മോശമായത് യഥാർത്ഥത്തിൽ ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ മോശം എങ്ങനെ തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഭരണാധികാരി അട്ടിമറി. സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു 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 അലൈഹി തവക്കലു